ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഈ വീഡിയോ ഒരു ട്രെയിലർ റിയാക്ഷൻ ആണ്. നമ്മളുടെ അപ്കമിങ് സിനിമയായ വിലായത് ബുദ്ധ, ദ വൺ ആൻഡ് ഓൺലി രാജുവേട്ടൻ ഇസ് ബാക്ക്. ആ പുള്ളി ഒരുപാട് ആൾക്കാർ ട്രോളി കൊന്നായിരുന്നു കേട്ടോ, മറ്റേ വീൽ ചെയറിൻ്റെ ഫോട്ടോ, മറ്റേ രാജമൗലിയുടെ പടത്തിന്. ആൻഡ് ഞാൻ ഇന്നലെ പുള്ളിയുടെ വേറൊരു സാധനം കണ്ട്. പുള്ളി പറയണായിട്ട് ഞാൻ മലയാളി ഓഡിയൻസിനെ വിമർശിക്കാം, നിങ്ങളാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. മാഡ് റെസ്പെക്ട് ഫോർ ദാറ്റ് ബ്രോ. ആ ഒരു കാര്യം പറയട്ടെ, ഈ ആൾക്കാർ വന്ന് കുറ്റം പറയണുണ്ടല്ലേ പുള്ളിയെ. ഒരു സാധനം മാനിഫെസ്റ്റ് ചെയ്ത് അത് അടിപൊളിയായിട്ട് ചെയ്ത് കൊണ്ട് കാണിച്ചു തന്ന ഒരു മനുഷ്യനാണ് ഈ പറഞ്ഞ പൃഥ്വിരാജ്. അതായത് ഒന്നാമത്തെ കാര്യം, പുള്ളി മറ്റേ പണ്ട് പറഞ്ഞു ഞാനൊരു ഡയറക്ടറാവും, ഞാനൊരു പ്രൊഡ്യൂസറാവും, ഞാൻ പേര് മലയാളത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത ഒരു നടനായി മാറും. പുള്ളി ചെയ്തില്ലേടേ. നമ്മൾ അത് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു സാധനമുണ്ട്. ദ ഡെഡിക്കേഷൻ ദാറ്റ് മാൻ ഹാസ് ഈസ് ആബ്സല്യൂട്ട്ലി ഇൻസെയിൻ. ഞാൻ പുള്ളി എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഞാൻ ചോദിക്കും, എങ്ങനെയാണോ അതെങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റണം? ഞാനൊക്കെ ഇപ്പോഴും വരണ്ടിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് നടക്കണം. ഐ ലിവ് ഇൻ ദ പ്രസൻറ്റ്. എനിക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് പ്ലാനോ അങ്ങനെ ഒന്നുമില്ല. ഇന്നത്തെ ദിവസം ചെറിഷ് ചെയ്യുക, ഇന്നത്തെ ദിവസം എന്ത് നടക്കുന്നു അത് ഞാൻ എൻജോയ് ചെയ്യുന്നു. അതിലെ സാഡ്നെസ് ആണെങ്കിലും ഹാപ്പിനെസ് ആണെങ്കിലും അത് ഞാൻ എൻജോയ് ചെയ്ത് അങ്ങനെ പോകുന്നിടത്തിനാണ് ഞാൻ. നാളെ നിങ്ങൾ ചോദിക്കണം, ബ്രോ എന്താണ് ഫ്യൂച്ചർ എന്ന് വെച്ചാൽ ഇതാണ് ഞാൻ. എന്നാൽ പൃഥ്വിരാജ് അതല്ല. പൃഥ്വിരാജ് പറഞ്ഞ് എൻ്റെ ഫ്യൂച്ചർ ഇങ്ങനെയായിരിക്കും, അത് കാണിച്ചു നീടാ. അതാണ് പറയണേ. നമ്മൾ ഈ വന്നിരുന്ന് ആക്കാനുണ്ടല്ല, ഭയങ്കര സിമ്പിളാണ്. ഒരുത്തന്നെ വന്നിരുന്ന് വിമർശിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അത് നട്ടൽ നിവർത്തി നിർത്തിയിട്ട് ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ലീഗ് ബ്രോ. എന്താണെങ്കിലും വിലായത് ബുദ്ധയുടെ ഒരു ട്രെയിലർ വന്നിരിക്കുകയാണ്. എത്ര മിനിറ്റ്? 2 മിനിറ്റും 30 സെക്കൻഡുമാണ്. പൃഥ്വിരാജ് ഒരു തോക്കും പിടിച്ച് നിൽക്കുന്നത്. ബാക്കിൽ ഷമ്മിത്തലകനുണ്ട്. അതിൻ്റെ പുറകെ ആരുടെ? ജേക്സ് ബിജോയ് ആണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അപ്പോൾ വെടിക്കെട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരിക്കും. കാണാം. ഫുൾ വോളിയം അല്ലേ? ഓക്കെ. കാർഡ് ഉർവശി തിയേറ്റേഴ്സ്. സ്ഥിരതാമസക്കാരനായ ഞാൻ 7/5/24 എന്നീ ദിവസങ്ങളിൽ കൊടൈക്കനാലിൽ പോയി തിരിച്ചു വരുമ്പോൾ എന്റെ വീടിന്റെ പുറകിൽ നിന്ന് ഏകദേശം 14 ഇഞ്ചോളം ചുറ്റുവണ്ണമുള്ള ചന്ദനമരം മോഷണം പോയതായി കാണപ്പെട്ടു. ചന്ദനമരം താഴത്തില്ലടാ. അല്ലേ നമ്മളെ പയ്യെ അവൻ നോക്കി വെച്ചാൽ അവൻ കൊണ്ടു. അവന്റെ തൊഴിലായി ചന്ദനം മോഷണം. വാട്ട് എ ഡ്രോൺ ഷോട്ട്. അല്ല അണ്ണ വന്ന് ഉണ്ടാക്കാൻ വേടക്കി. ഡബിൾ മോഹൻ. എന്റെ അമ്മോ, കൊള്ളക്കാരൻ മോഹൻ. പുഷ്പ വൈബ് അടിക്കണ്. പക്ഷെ എനിക്ക് ഡബിൾ മോഹനന്റെ ഭാര്യയായിട്ട് മറയൂട്ടോണി കൂടെ നെഞ്ചും വിരിച്ച് നടക്കണം. സാറേ ഡബിളിന്റെ പരിപാടിയാണെന്ന് സാറിനും അറിയാം, ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. ഗർഭിണികളെ കയറ്റിയും കോഴിച്ചോര വെച്ച് ആക്സിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച് കുറെ കടത്തിയതല്ലേ. ചന്ദനക്കടത്താണ് അപ്പം. ചന്ദനം. യശോധാവള്യം എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. ശുഭ്രനിറത്തിൽ വിലസി നിൽക്കുന്ന നല്ല ചന്ദന മണം. ചന്ദനമരം. ഡബിൾ ബാരൽ. പുള്ളിക്ക് ഈ പടത്തിന്റെ ഇടയിലാണ് എന്തോ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചത്. നൈസ് പടമാണെന്ന് തോന്നല്ലേ. വെരി റായ. അല്ല സുരാജ് ഏട്ടനും ഉണ്ട്. ഷമ്മിത്തലകനും പൃഥ്വിരാജുമാണ് അപ്പം മെയിൻ ആയി പരിപാടി. അത്രേ ഉള്ളൂ. നല്ല സിനിമാറ്റോഗ്രഫി. ആരുടെ സിനിമാറ്റോഗ്രഫി? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് പുറകെ അല്ലേ പിന്നെ ചെയ്യാം. അടി 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 അടി. ജേക്സ് വിജയ്, ജയൻ നമ്പ്യാർ. വിലായത് ബുദ്ധ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇനിയും റൗണ്ട് ഇതില്. ഓക്കെ, നമുക്ക് കാര്യങ്ങളിലോട്ട് കിടക്കാം. സിനിമ എന്ന് റിലീസ്? 21 നവംബർ. ഈയിടെ ഈ മാസവും ഒരുപാട് പടം ഉണ്ടല്ലേ, നമ്മുടെ മമ്മൂക്കാരെ പടം. അപ്പൊ ഈ പടം ഉണ്ടല്ലേ. നൈസ്. നല്ല പടങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കും നവംബറിൽ. എനിക്ക് കാന്ത ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ദിവസം. പിന്നെ ഇനിയിപ്പോൾ മറ്റേ എക്കോ എന്ന് പറഞ്ഞ പടം, നമ്മുടെ ഇതൊരു സിനിമയുടെ അത് കിഷ്കിന്ദ കാണ്ഡത്തിൻ്റെ
സെയിം ഡയറക്ടർ റൈറ്ററൊക്കെ വെച്ചിട്ടുള്ള ഒരു സിനിമ. അത് സൂപ്പറായി. അത് എന്ന് റിലീസെന്ന് അറിയത്തില്ല, ഈ മാസം ഒന്ന് കേട്ടായിരുന്നു. അപ്പോൾ എന്തിനാണെങ്കിലും സിനിമയിൽ ഡയറക്റ്റഡ് ബൈ ജയൻ നമ്പ്യാർ, പ്രൊഡ്യൂസ്ഡ് ബൈ സന്ദീപ് സേനൻ, AV അനൂപ്, റിട്ടൺ ബൈ GR ഇന്ദുഗോപൻ, രാജേഷ് പിന്താൻ. ഇത് എന്തോ ഒരു കഥ ബുക്കാണ്, ഇതെന്തോ ഒരു നോവൽ ബേസ്ഡ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണെന്ന് ഞാൻ കേട്ടായിരുന്നു. പിന്നെ പറയാനുള്ളത് DOP അരവിന്ദ് S കശ്യപ്പ്. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ, നല്ല അടിപൊളി. രണദേവും ഉണ്ട്. രണ്ടുപേരും കൂടെ ചേർന്നാണ് DOP ചെയ്തേക്കുന്നത്. പിന്നെ മ്യൂസിക് JX ബിജോയ്, എഡിറ്റർ ശ്രീജിത്ത് സരങ്, പിന്നെ പ്രൊഡക്ഷൻ ഡിസൈൻ ബെങ്ക്ലാങ്, ആർട്ട് ജിത്തു നമ്മുടെ ജിത്തു സെബാസ്റ്റ്യൻ ആർട്ട് ആയിട്ട്. പുള്ളിയാണ് ലോഹയൊക്കെ ചെയ്തേക്കുന്നത്. പിന്നെ മനു മോഹൻ മേക്കപ്പ്, പിന്നെ സൗണ്ട് ഡിസൈൻ അജയൻ അടത്ത്, ഫിയോസ്മോൻ സണ്ണി. അതെന്തൊരു പേരെടാ അത്, ഫിയോസ്മോന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടി. സിനിമ 21-ാം തീയതി റിലീസ്. കണ്ടെടുത്തോളം ഒരു നമ്മുടെ കേരള ലെവൽ, പക്ഷേ അങ്ങനത്തെ ഒരു റാക്ക് ടു റിച്ച് സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നണില്ല. പക്ഷേ ചന്ദനം കടത്തുന്ന ഒരു ചേട്ടൻ, ആ ചേട്ടൻ്റെ കഥ, വിലായത്ത് എന്ന് പറഞ്ഞാൽ എന്തോ ചന്ദനത്തിൻ്റെ എന്തോ ഹൈബ്രിഡ് സാധനം എന്തൊരു ആണെന്ന് തോന്നണ്ട. ഞാൻ ഈ ചന്ദനം കടത്താറില്ല, അതുകൊണ്ട് എനിക്ക് ഈ ചന്ദനക്കടത്തിനെ പറ്റി വലിയ പിടിയില്ല. എനിക്ക് ആകെയുള്ള ചന്ദനക്കടത്തിൻ്റെ പരിപാടി എനിക്ക് പുഷ്പ മാത്രമാണ്. പുഷ്പണ്ണൻ പിന്നെ നമ്മൾ അറിയാലോ, ചുവാട്ട് അടിപൊളിയാണ്. എനിക്ക് ഇന്നും ഞാൻ പറയും ഫസ്റ്റ് പുഷ്പ വാസ്, സെക്കൻഡ് വാസ്. അപ്പോൾ എന്തിനാണെങ്കിലും ഒരു പുഷ്പ പരിപാടിയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറച്ച് ഈഗോ ക്ലാഷും ബഹളം, ഷമ്മി തലകനായിട്ടുള്ള ആഡിയും ബഹളം. പുള്ളി എന്തോ ഡബിൾ ബാരൽ വെച്ചിട്ട് ജഗതി ശ്രീകുമാർ മറ്റേ കിലുക്കത്തിൽ വെടി വെക്കണമല്ലേ, തിലകൻ വെടി വെക്കില്ല, അതുപോലെ എന്തോ രാജുവേട്ടനെ വെടി വെച്ചിട്ട് പിന്നെയും പറയും നീ ആ ഉണ്ടേ വെച്ചോണ്ടിരിക്കും, ഞാൻ പിന്നെ വരാമെന്നൊക്കെ. അങ്ങനെയൊക്കെ ഒരു പരിപാടി എന്തിനാണെങ്കിലും കണ്ടെടുത്തോളം കൊള്ളാം. ബട്ട് എനിക്കിപ്പോഴും പറയണം, വൺസ് അഗെയിൻ രാജുവേട്ട, യു ആർ ആൻ അമേസിങ് ആക്ടർ ആൻഡ് യു ആർ ആൻ അമേസിങ് പേഴ്സണാലിറ്റി. ഒരു എന്താ പറയുക, ഒരു റോൾ മോഡൽ ലെവൽ അണ്ണൻ എന്നൊക്കെ നമ്മൾ പറയൂലേ, അതാണ് അണ്ണൻ. അണ്ണനെ പോലെ ആവാനൊന്നും നമുക്ക് പറ്റത്തില്ല. അത് ഭയങ്കര പാടാണ്. പുള്ളി ഭയാനകമായിട്ടുള്ള, ഞാൻ പഠിത്തത്തിൻ്റെ ഒക്കെ കാര്യം പണ്ടൊക്കെ എൻ്റെ ബ്രദറിൻ്റെ കൂടെ ഭാരതി വിദ്യാഭവനിൽ പുള്ളിക്കാരൻ വേറെ ഗ്രൂപ്പായിരുന്നു. അപ്പോൾ പറയും ലാ ഫെസ്റ്റിവലൊക്കെ പോകുമ്പോൾ പെണ്ണുങ്ങളൊക്കെ മറ്റേ മൈക്കിൾ ജാക്സനെ കാണണമല്ലായിരുന്നു. ഓ പൃഥ്വിരാജ് പൃഥ്വിരാജ് മറ്റേ സംസാരിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് തൊട്ടേ അങ്ങനെ ആ ഒരു മൈൻഡാണ്. ഞാൻ ഒരു സാധനം മൈൻഡിൽ ഉറപ്പിച്ചാൽ ഞാനത് സാധിക്കും. ആ ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ, വെരി ഹാർഡ്. ഭയങ്കര പാടാണ്. ഞാൻ ചുമ്മാ പറയണമല്ല, ഭയങ്കര പാടാണ്. നമുക്കൊരു സാധനം കിട്ടിയതിന് ശേഷം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം എന്നുള്ളത്. പക്ഷേ ഇപ്പം നാളെ ഞാൻ പറയണം എനിക്ക് ഐഷോ സ്പീഡിൻ്റെ ലെവൽ ഓഫ് പൈസ ഉണ്ടാക്കണം. അതായത് മറ്റേ ട്വിച്ചിൽ നിന്നൊക്കെ 400 മില്യൺ ഒരു വർഷത്തേക്ക് എന്നൊക്കെ, ആ ലെവലിലോട്ടൊന്നും ഭയങ്കര പാടാണ്. നമ്മൾ റീജിയനിൽ ഇരുന്നിട്ട് ഐഷോ സ്പീഡൊന്നും ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ പുള്ളി അതാണ്. പിന്നെ ആലോചിച്ചു, പുള്ളി മലയാള ഇൻഡസ്ട്രി ഇരുന്നിട്ട് ഹോൾ ഇന്ത്യ ലെവലിൽ പ്രൊഡക്ഷൻ, ഡയറക്ഷൻ, ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ, പുള്ളി വന്നിങ്ങനെ മറ്റേ പറയുകയൊക്കെ ചെയ്യില്ല. എനിക്ക് അവരെ കഥ അറിയാം, ഇവരെ കഥ ചിലപ്പോൾ അറിയായിരിക്കും. ഇവരൊക്കെ ആ ലെവലടേ. നമ്മളിപ്പോൾ നാളെ ഞാൻ ഇപ്പോൾ വന്ന് പറയണത്, എനിക്ക് ടിം കുക്ക് എണ്ണം പറഞ്ഞു തരുന്നു, അതുപോലെ ഐഫോണിൻ്റെ അടുത്ത ഫോണിൻ്റെ ഒരു ഡിസൈൻ എനിക്ക് കാണിച്ചു തന്നു, അതെനിക്ക് അറിയാം, നിങ്ങൾ കാണുമ്പോൾ ഞെട്ടും എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഞാൻ ശരിക്കും ടിം കുക്കുമായിട്ട് ഞാൻ കമ്പനിയായിട്ട് ചിലപ്പോൾ ഞാൻ കണ്ടു കാണും. അതാണ് ആ ലെവൽ ഭയങ്കര പാടാണ്. പൊളിച്ചെന്തിനാണെങ്കിലും സാധനം 21-ാം തീയതി റിലീസാവുന്നുണ്ട്. നമ്മളെന്തായാലും കാണുന്നു. വിലായത് ബുദ്ധയും കൂടെ ഈ ഒരു മാസത്തെ സിനിമയിലോട്ട് നമ്മൾ കയറിയിരിക്കണം. ഞാൻ എന്തായാലും എക്കോ, വിലായത് ബുദ്ധ, നമ്മുടെ മമ്മൂക്കാര്, മറ്റേ കളങ്കാവൽ, ഇത്രയാണ് ഇപ്പം മനസ്സിലുള്ളത്. ഇനിയും പടം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രെയിലർ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് നിങ്ങൾ ഡെഫിനറ്റ്ലി താഴെ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു ഗൈസ്. ബൈ ബൈ.